ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിശുദ്ധിയുടെയും അനുഭവമായ വലിയ നോമ്പിൻ്റെ ധ്യാന ചിന്തയ്ക്കായി ഒരുങ്ങുമ്പോൾ ഇന്നത്തെ ചിന്തകൾ ദൈവവുമായുള്ള ആത്മബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ ഏവർക്കും സാധ്യമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ധ്യാന ചിന്തയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാകുന്നു. അതിൻ്റെ 2, 3, 17 വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു. 2, 3 വാക്യങ്ങൾ: പത്രോസ് യെരൂശലേമിലെത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോട് കൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. 17-ാം വാക്യം: ആകയാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടയുവാൻ തക്കവണ്ണം ഞാൻ ആര്? ഈ വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് വിമർശനങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവം എന്ന തലക്കെട്ട് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The God who turns criticism into faith. വിമർശനങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവം. 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിനും പത്രോസിനും ലഭിച്ചതായിട്ടുള്ള 2 ദർശനങ്ങളും കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വെച്ച് പത്രോസ് പ്രസംഗിക്കുന്നതും പരിശുദ്ധാത്മാവ് ജാതികളുടെ മേൽ പകരുന്നതും വിവരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവിക അരുളപ്പാട് കേട്ട് അനുസരിച്ചതായ പത്രോസ് ചില വിമർശനങ്ങളെ നേരിടുകയും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരുന്നതുമായ ഭാഗമാണ് 11-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഈ വിമർശനങ്ങൾ എങ്ങനെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു എന്നത് 2 ചിന്തകളിലൂടെ നമുക്ക് ഇന്ന് ധ്യാനിക്കാം. ഒന്നാമതായി, ഒറ്റപ്പെടലുകളിൽ ഓരമായി നിൽക്കുന്ന ദൈവം. The God who stands by our side on the edge of isolation. ഒറ്റപ്പെടലുകളിൽ ഓരമായി നിൽക്കുന്ന ദൈവം. ഒറ്റപ്പെടുത്തുവാനായി കാത്തു നിന്നതായ ഒരു കൂട്ടത്തിലേക്കായിരുന്നു പത്രോസ് കടന്നു ചെന്നത്. വിജാതീയനായ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വെച്ച് യഹൂദനായ പൗത്രോസ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചതായി മനസ്സിലാക്കിയ യാഥാസ്ഥിതികരായ ചില യഹൂദർ പത്രോസിനെ വിമർശിക്കുവാൻ ഇടയായി. 2-ാം വാക്യത്തിൽ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു എന്ന പ്രസ്താവനയിലൂടെ ആ ഒരു സമൂഹത്തിന്റെ മുറിപ്പെടുത്തുന്ന വാക്കുകൾക്ക് മുൻപിൽ ഒറ്റപ്പെട്ടു പോകുന്ന പത്രോസ് ആദ്യം മുതലുള്ള കാര്യങ്ങൾ ക്രമമായി വിവരിച്ചു. അന്നത്തെ ആ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു ക്രിമിനൽ ഒഫൻസായ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് യഹൂദർ നിർബന്ധം പിടിച്ചതായ ഒരു കാര്യമാണ് പത്രോസ് ചെയ്തത്. ഒരു കോടതി വിചാരണ പോലെ തന്നെ അവർ പത്രോസിനെ ചോദ്യം ചെയ്യുന്നു. കൂട്ടുവിശ്വാസികളോ കൂടെയുള്ള മറ്റ് അപ്പോസ്തലന്മാരോ ആരും തുണയില്ലാതിരുന്ന സാഹചര്യത്തിൽ ദൈവിക അരുളപ്പാട് വിശ്വസിച്ച പത്രോസ് വിചാരണയിൽ ഒറ്റപ്പെടുന്നു. അത്തരം ഒരു പ്രതിരോധത്തിന് നടുവിൽ പകച്ചു പോകാതെ ദൈവം ഒരു സഖിയായി കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അതേപോലെ വിവരിക്കുവാൻ പത്രോസിന് സാധ്യമാകുന്നത് ഒറ്റപ്പെടലിൽ ഓരമായി നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് എന്നുള്ളതിന് മറ്റൊരു അർത്ഥമില്ല. ചില വ്യക്തി ജീവിതങ്ങൾ വാക്കുകളുടെയും നിലപാടുകളുടെയും പേരിൽ ഒറ്റപ്പെടലിന്റെ കൂരമ്പുകളെ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ വിമർശനങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതായ ഒറ്റപ്പെടലിൽ ഓരമായി നിൽക്കുന്നതായ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ഏവർക്കും ഇടയായി തീരട്ടെ. 2-ാമത്തെ ചിന്ത, ക്രിസ്തുവിൽ നാം ഒന്നാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദൈവം. The God who reminds us that we all are one in Christ. ക്രിസ്തുവിൽ നാം ഒന്നാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദൈവം. അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ യഹൂദർ അല്ലാത്തവർക്ക് വിമർശനങ്ങളുടെ കുത്തുവാക്കുകൾ കൊണ്ട് മനസ്സ് മരവിച്ചിരുന്നു. പരസ്പരം ഒന്ന് നോക്കുവാൻ പോലും മടിച്ചിരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് പത്രോസ് വിളിച്ചു പറയുന്നത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന്. 17-ാം വാക്യത്തിൽ നാം വായിച്ചത്, നമുക്ക് തന്നതുപോലെ അതേ ദാനം ദൈവം അവർക്കും കൊടുത്തു എന്നതാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്
എല്ലാം ഒരുപോലെ എന്നതിനൊപ്പം തന്നെ നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. നിറത്തിൻ്റെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പേരിൽ ചില അതിരുകൾ മനുഷ്യർ കൽപ്പിക്കുമ്പോൾ, വിമർശനങ്ങളെ തൊടുത്തുവിടുമ്പോൾ, ഈ വിമർശനങ്ങളെ എല്ലാം വിശ്വാസത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നാം ക്രിസ്തുവിൽ ഒന്നാണ് എന്ന്. വലിയ നോമ്പിൻ്റെ ഈ നാളുകളിൽ ആരെങ്കിലും ഒറ്റപ്പെടലുകളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുകയോ അരികുവൽക്കരിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓരമായി നിൽക്കുന്ന ക്രിസ്തുവിൽ നാം ഒന്നാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന അടിയുറച്ച വിശ്വാസത്തിൽ വിശ്വാസയാത്രയും ജീവിതയാത്രയും ക്രമപ്പെടുത്തുവാൻ നമുക്ക് ഇടയാകട്ടെ. വിമർശനങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവം എന്ന ചിന്തയിലൂടെ 2 കാര്യങ്ങൾ ഇന്ന് നാം ചിന്തിച്ചു. 1, ഒറ്റപ്പെടലുകളിൽ ഓരമായി നിൽക്കുന്ന ദൈവം. 2, ക്രിസ്തുവിൽ നാം ഒന്നാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദൈവം. ചുറ്റുമുള്ളവർ വേർതിരിവുകളുടെ ഒരു വേലി നമുക്ക് ചുറ്റും കെട്ടിപ്പൊക്കുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ വേർപാടിൻ്റെ നടുചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിയ ക്രിസ്തുവിൽ ഒന്നായി നമുക്ക് യാത്ര തുടരാം. ഈ വാക്കുകളാൽ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. ക്രിസ്തുവേശുവിൽ കൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, നീ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാ ജീവിത അനുഭവങ്ങൾക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഒരു കൊച്ചു ജീവിതത്തിൽ വിമർശനങ്ങളും ഒറ്റപ്പെടലുകളിലും നേരിടുമ്പോൾ ഞങ്ങളോടൊപ്പം ഓരമായി നിന്ന് വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്നവരായി തീരുവാൻ ഈ നോമ്പിന്റെ നാളുകളിൽ ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.